ഇറാനെതിരെ ഇസ്രയേൽ US സംഘർഷം ശക്തമാവുകയാണ്. ഇറാന്റെ പ്രോക്സികൾക്കെതിരെ ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാട്ടം ഇസ്രയേൽ ആരംഭിക്കുകയും ചെയ്തു. സമാന നടപടി മറ്റ് പ്രോക്സികളെയും ലക്ഷ്യം വയ്ക്കുമെന്ന് കൃത്യമായി ഇറാൻ പ്രതിരോധ മന്ത്രി അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഹമാസിനും ഹൂതി വിമതർക്കും ഖുഡ്സ് ഫോഴ്സിനും മുന്നറിയിപ്പാണിത്. പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പിന്തുണ ഉറപ്പാക്കാൻ ഫ്രാൻസും രംഗത്തെത്തി. സൗഹൃദ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറെന്ന നിലപാടിലാണ് ഫ്രാൻസ്. അതേസമയം ഇറാന്റെ നറ്റൻസ് ആണവ ഗവേഷണ കേന്ദ്രത്തിൻ്റെ കവാടങ്ങൾക്ക് നേരിയ കേടുപറ്റിയതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിക്കുന്നുണ്ട്. ഇന്നലെ ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ യുദ്ധം 4-5 ആഴ്ചകൾ നീളുമെന്നാണ് അറിയിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതത്തെ തടയുന്നതും അതുവഴി എണ്ണക്കപ്പലുകൾ കടന്നുപോയാൽ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇറാന്റെ നടപടി വിളിച്ചു വരുത്തിയത് വലിയ എതിർപ്പുകളുമാണ്. അശാന്തി രൂക്ഷമാകാൻ ഇത്തരം നീക്കങ്ങൾ കാരണമാകുകയും ചെയ്തു. സങ്കീർണമായ ഈ സാഹചര്യം എന്നവസാനിക്കും? അതാണ് ലോകത്തിനു മുന്നിലെ ചോദ്യചിഹ്നം.